കോലം കെട്ടുന്ന ചില ആളുകൾ കല്യാണ വീട്ടിലൊക്കെ നിങ്ങൾ കാണല്ലേ, കണ്ണൊട്ടനൊന്നും അയക്കിയാൽ എന്നാലും ഒരേ തരത്തിലുള്ള കുപ്പായം, പുള്ളിക്കുപ്പായം കിടക്ക വിരിയോണ്ട് അടിച്ചതാന്ന് തോന്നും. എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസും വെക്കും. എന്നിട്ട് ഓൻ തന്നെ തോന്നുക ഞാൻ ആരോ ആയിപ്പോയിന്ന്. നിലവാരം നഷ്ടപ്പെടുത്തരുത് അനിയന്മാര്, നിങ്ങൾക്കൊക്കെ ഒരു നിലവാരമുണ്ട്. അത് ആ ആണിന് അള്ള കൊടുത്ത നിലവാരമുണ്ട്. ആണുങ്ങൾക്ക് ഇന്ന് വരെ ഏതെങ്കിലും തരത്തിലുള്ള പവർ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ആൺകുട്ടികളും നോക്കി, അവർക്ക് അള്ള കൊടുത്തൊരു പൗരുഷുണ്ട്, ഒരാണത്വം. അത് ഇന്ന് വരെ അവർക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പെണ്ണുപയോഗിക്കുന്ന സൗന്ദര്യ വസ്തുക്കൾ ആണ് ഉപയോഗിക്കാറുണ്ടോ? എന്തൊക്കെ മേത്തേച്ച് നടന്നാൽ അവർക്കൊരു ഭംഗി ഉണ്ടാവുക. എന്നാൽ നമ്മളെയോ ആണിന്റെ പൗരുഷം നഷ്ടപ്പെടുത്തുന്ന നിലവാരമില്ലാത്ത പണിക്ക് പോകരുത്. അതൊന്നൊരു പവറല്ല, അത് ജീവിതത്തിൽ ഏറ്റവും നിലവാരമില്ലാത്ത ഇടപാടുകളാണ്. അതേമാതിരി എന്തെങ്കിലുമൊക്കെ തുള്ളിക്കളിക്കുക, നാലാളങ്ങോട്ട് എന്തെങ്കിലും ഒരു പാട്ട് കെട്ടിയ വേറെ കോലത്ത് കളിക്കുക. അതുകൊണ്ട് അമിതമായൊരു ഫാഷൻ ഭ്രമം നമ്മളെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. നമ്മൾ ധരിക്കുന്നത് യുവാരി സൗആത്തിക്കും വരീഷ, നാണം മറിയണം. അതിന് ക്യാഷല് പറ്റൂല എന്നൊന്നുമില്ല. നേരത്തെ പറഞ്ഞ മാതിരി വാപ്പാക്ക് കഴിവുണ്ടോ, അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കോ. വെള്ളയെ ധരിക്കാവൂന്നില്ല. കറുപ്പുള്ള വസ്ത്രം തിരുദൂതനുണ്ട്, പച്ച വസ്ത്രം സഹാബത്തിനുണ്ട്. എന്നാൽ ധരിക്കുന്ന വസ്ത്രം അത്യാവശ്യം മാന്യായിരിക്കണം. അതിന്റെ ഒരു ഭംഗി ഉണ്ടാവണം. എങ്ങനത്തെ ഭംഗി? മറ്റൊരാൾക്ക് സങ്കടമില്ലാത്ത, അവർക്ക് ഒരു പേക്കോലമായി തോന്നാത്ത രീതിയിലാവണം. അതോടൊപ്പം തന്നെ ധരിക്കുന്ന വസ്ത്രം നമ്മൾ എല്ലാ രംഗത്തും ആ മര്യാദ കാത്തു സൂക്ഷിക്കാൻ പറ്റണം.